അടുത്ത് നമുക്കിനി വേണ്ടത് ഇലക്ട്രിക് ഡൈപോളാണ്. ഇലക്ട്രിക് ഡൈപോൾ നിങ്ങൾ കുറേയൊക്കെ കെമിസ്ട്രിയിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഡൈപോളൊക്കെ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. കെമിസ്ട്രിയിൽ പോളാർ മോളിക്യൂൾസ് പഠിക്കുന്ന കേസിൽ നിങ്ങൾ പോളാർ മോളിക്യൂൾ നമ്മളിപ്പം HCl ഒരു പോളാർ മോളിക്യൂൾ അല്ലേ, പിടിച്ചോർമ്മയില്ലേ? HCl പോളാർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഈ പോളാർ മോളിക്യൂളിൻ്റെ ചാർജ് നിങ്ങൾക്കറിയാം. ഹൈഡ്രജൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണെന്നും ക്ലോറിൻ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഹൈഡ്രജൻ്റെ മുകളിൽ ഒരു +Q എന്ന ചാർജ്, ക്ലോറിൻ്റെ മുകളിൽ -Q എന്ന ചാർജ്. ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ, അങ്ങനെയല്ലേ? ഈ ദൂരം, രണ്ട് ചാർജസിൻ്റെ ചെറിയ ദൂരം. ഈ ദൂരം എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കേസിൽ ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള ദൂരമാണ്, അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് ആണ്. ആ ബോണ്ട് ലെങ്ത് അറിയാം നിങ്ങൾക്ക്, അറൗണ്ട് 10⁻⁻10 മീറ്ററിൻ്റെ ഓർഡറിലൊക്കെ വരും. അപ്പോൾ ഈ ദൂരം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ദൂരമായിരിക്കും. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിലുള്ളത് രണ്ട് ചാർജസ് ആണ്. ഈ ചാർജിൻ്റെ പ്രത്യേകത, ഈ രണ്ട് ചാർജും ഈക്വൽ ആണ്, മാത്രമല്ല ഓപ്പോസിറ്റ് ചാർജസുമാണ്. പിന്നെ ഈ രണ്ട് ചാർജസുകളും തമ്മിൽ വളരെ ചെറിയ ഒരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സച്ച് എ സിസ്റ്റം ക്യാൻ ബി കോൾഡ് ആസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. സോ ഇലക്ട്രിക് ഡൈപോൾ മീൻസ് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് two equal and opposite charges separated by a very small distance. ആ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കാറ് 2a എന്ന് എടുക്കാറ്. എന്തുകൊണ്ടാണ് 2a വന്നത് നമുക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. എന്തുകൊണ്ട് 2 ഒരളകാണ് അങ്ങോട്ട് പറയാം. തൽക്കാലത്ത് ഓർത്ത് നോക്കുക, 2a എന്ന് എടുക്കാനുള്ള കാരണം നമുക്ക് അങ്ങോട്ട് പല ഡെറിവേഷൻസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അളക്കാനുണ്ട്. നല്ലൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് തൽക്കാലം 2a എടുക്കുന്നത്. അപ്പം ഇതാണ്, ഈ ഒരു സിസ്റ്റമാണ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സിസ്റ്റം ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ വെരി സ്മോൾ ഡിസ്റ്റൻസ്. ആ ടേം ഓർത്ത് നോക്കുക, സ്മോൾ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു ഡൈപോളിൻ്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും എന്നതാണ്. ഇവിടുത്തെ ചാർജ് +Q ആണ്, ഈ ചാർജ് -Q ആണ്. അപ്പോൾ ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ സാധാരണ ഒരു ഡൈപോളിൻ്റെ ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ചാർജ് അല്ല പറയാറ്, നമ്മൾ പറയാറ് എനി വൺ ഓഫ് ദ ചാർജ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡൈപോളിൻ്റെ ചാർജ് എത്രയും ചോദിച്ചാൽ അത് Q ആണ്. അതേസമയം ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ? അടുത്ത ടേം നമുക്കിവിടെ വേണ്ടത് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഡൈപോൾ മൊമെൻ്റ് സാധാരണ P എന്ന ലെറ്ററോട് റെപ്രസെൻറ്റ് ചെയ്യാറ്. ഡൈപോൾ മൊമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ ഇപ്പം പറഞ്ഞല്ലോ, charge Q ആണ്, distance of separation is 2a. Okay, then the dipole moment P is defined as is a product of any one of the charge and the distance between the charges. ഈ Qൻ്റെയും ഇതിൽ ഏതെങ്കിലും ഒരു ചാർജിൻ്റെയും ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റ് ആണ് എന്ത്? ഡൈപോൾ മൊമെൻറ്റ്. ക്ലിയർ? അപ്പം P is equal to Q into 2a എന്ന് എഴുതാം. ഓർത്ത് വെക്കുക, Q എന്ന് പറഞ്ഞാൽ any one of the charge present on the dipole and 2a is the distance of separation between these two charges. ക്ലിയർ? ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഡൈപോൾ മൊമെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന് ഡയറക്ഷൻ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൾവേസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്, അതായത് ഇങ്ങ് ഇങ്ങോട്ടേക്കായിരിക്കും ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ വരുന്നുണ്ടാവുക, ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ്, ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് എന്താണ്? ചാർജിന് യൂണിറ്റ് SI യൂണിറ്റ് കൂളംബാണ്. 2a എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, SI യൂണിറ്റ് മീറ്റർ ആണ്. സോ SI യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് ഈസ് കൂളം മീറ്റർ. സെന്റിമീറ്റർ അല്ലേ, കൂളം മീറ്റർ പ്രത്യേകം ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കണം. സാധാരണ ഡൈപോൾ കാണാറ് മോളിക്യൂൾസിൻ്റെ കേസിലാണ്, അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡൈപോൾസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. ഓർത്ത് വെക്കുക, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. സോ ടോട്ടൽ ചാർജ് ഈസ് 0. ഓക്കെ, പക്ഷേ ഡൈപോളിൻ്റെ ചാർജ് ഉദ്ദേശിക്കുന്നത് ലെറ്റ്സ് ചാർജ് പ്രസന്റ് ഓൺ
എനി വൺ ഓഫ് ദ ചാർജ് പ്രസന്റ് ഓൺ ദി ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇത് ക്യൂ ആയിരിക്കും. പിന്നെ ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് ഓർത്ത് നോക്കുക. ഡെഫിനിഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ചോദ്യം സാറിന് ചോദിച്ച് കാണാറുണ്ട്. ഡൈപോൾ മൊമെന്റ് പി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് എനി വൺ ഓഫ് ദ ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആണ്. ഡൈപോൾ മൊമെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. അതിൻ്റെ SI യൂണിറ്റ് കൂളം മീറ്റർ ആണെന്നുള്ള കാര്യം ഓർത്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമുക്കിനി വേണ്ടത് ഈ ഡൈപോൾ മൊമെന്റ് ഉണ്ടാക്കുന്ന ഫീൽഡിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് പോയിന്റിലുള്ള ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്. ഒന്ന് ആക്സിയൽ പോയിന്റ് ആണ്, അടുത്തത് ഇക്വറ്റോറിയൽ പോയിന്റ് ആണ്. ഒന്ന് ആക്സിയൽ പോയിന്റ്, നെക്സ്റ്റ് ഇക്വറ്റോറിയൽ പോയിന്റ് ആണ്. നമുക്കതൊക്കെ പറയാം. ക്ലിയർ? അടുത്തത് അങ്ങനെയാണെങ്കിൽ ഒരു ആക്സിയൽ പോയിന്റിലെ ഡൈപോൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് എങ്ങനെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഡൈപോൾ എടുക്കണം അല്ലേ. ഞാൻ ഡൈപോൾ ഒക്കെ ഇവിടെ വരക്കുവാണ്. ഈ ഡൈപോളിൻ്റെ ചാർജ് പ്ലസ് ക്യൂ, സോറി ഇവിടുത്തെ ചാർജ് പ്ലസ് ക്യൂ ആണ്, ഇവിടെ വരുന്ന ചാർജ് മൈനസ് ക്യൂ ആണ്. ഈ രണ്ട് പേരും തമ്മിലുള്ള ദൂരം എടുത്തിരിക്കുന്നത് 2a ആണ്. ഇവിടുന്ന് ഇത് രണ്ട് തമ്മിലുള്ള ദൂരമാണിത്, ഡിസ്റ്റൻസ് ആണിത്. ടോട്ടൽ ദൂരം നമ്മൾ എടുക്കുന്നത് 2a എന്നാണ്. ആക്സിയൽ പോയിന്റ് ഉദ്ദേശിക്കുന്നത് ഈ ഡൈപോളിന്റെ രണ്ട് ചാർജുകൾ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ വരക്കുന്ന ലൈനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതല്ലേ നമ്മൾ രണ്ട് ചാർജുകൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ രണ്ടുപേരും കണക്ട് ചെയ്ത് നമ്മൾ വരക്കുന്ന ലൈനാണ് ഇത്. അതിൻ്റെ ആക്സിസ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു പി എന്ന പോയിന്റ് തന്നിട്ടുണ്ട്. ആ പി എന്ന പോയിന്റ് ഉള്ളത് നിങ്ങളെ ഇതാണ്. ഈ നമ്മൾ പോസിറ്റീവ് ചാർജ് അല്ലേ, ഈ പോസിറ്റീവ് ചാർജിന്റെ ഈ സൈഡിലായിട്ട് നമുക്ക് പി എന്നൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇവിടെയാണ് നമുക്ക് എന്തുള്ളത് പി എന്ന പോയിന്റ്. ഓക്കെ, റൈറ്റ്, പി എന്ന പോയിന്റ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പി എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, പി എന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ഈ പ്ലസ് ക്യൂ എന്ന ചാർജിന് ഈ പി എന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാം, മൈനസ് ക്യൂ എന്ന ചാർജിന് പി എന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ പി എന്ന പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താ ചോദിച്ചാൽ ഈ പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡിന്റെയും മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡിന്റെയും വെക്റ്റർ സമമായിരിക്കും. അത് തീരാണത് നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന പോയിന്റ് നമ്മൾ രണ്ടുപേരും ഉണ്ടാക്കുന്ന ഫീൽഡ് വരക്കണമല്ലോ. ഓക്കെ, ശരി. ഇപ്പൊ പി എന്ന പോയിന്റിൽ നമ്മൾ ഇതാ നിങ്ങളെ ഫസ്റ്റ് പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും? ഏരിയ ഫീൽഡ് കാണുക, ആ പോയിന്റിലെ ഫീൽഡ് ഡയറക്ഷൻ ഏരിയ കാണുക. അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്റെ മുകളിൽ ഈ പ്ലസ് ക്യൂ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഏതായിരിക്കും? അതേ ഡയറക്ഷൻ ആയിരിക്കും ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ. അപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനോട് വെച്ച് കഴിഞ്ഞാൽ ആ പോസിറ്റീവിനെ ഈ പ്ലസ് ക്യൂ എന്താ ചെയ്യുക? റിപ്പൽ ചെയ്യും. എങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും? ഈ ഡയറക്ഷനിലേക്ക് റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ ഡയറക്ഷനിലേക്കായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നുണ്ടാവുക? ഈ പ്ലസ് ക്യൂ കൊടുക്കുന്ന ഏതോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ പ്ലസിനെ വിളിക്കാം. ശരിയാണല്ലോ? അതേസമയം ഈ പി എന്ന പോയിന്റിൽ ഈ മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ പി എന്ന പോയിന്റ് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൈനസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഏ ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ഇതായിരിക്കും ഏത്? അതിന്റെ ഡയറക്ഷൻ. നമുക്ക് എന്ത് വിളിക്കാം? ഈ മൈനസ് വിളിക്കാം. ഇത് വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിൽ ഈ ദൂരം ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പം ഈ പ്ലസിന്റെ ദൂരം വരച്ചില്ലേ ഇവിടെ 0 മുതൽ 2 വരെ അല്ലേ ഏകദേശം. അതേപോലെ ഈ മൈനസിന്റെ ദൂരം, ഈ എറോ മാർക്ക് ലെങ്ത് ഉണ്ടല്ലോ, ഈ രണ്ട് ലെങ്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലസിന്റെ ലെങ്ത് കൂടുതലും ഈ മൈനസിന്റെ ലെങ്ത് കുറവായിരിക്കണം. അതുകൊണ്ടാണ്, കാരണം ഈ പ്ലസ് ഈ പി എന്ന പോയിന്റ് പ്ലസ് ക്യൂവിന് അടുത്താണല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്ന ഫീൽഡ് സ്ട്രെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഈ ഫീൽഡ് സ്ട്രെങ്ത് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിന്റെ സ്ട്രെങ്ത് കൂടുമെന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന വെക്ടേഴ്സിന്റെ ലെങ്ത് എന്ത് ചെയ്യണം? കൂട്ടണം. കാരണം ഇതിന്റെ ലെങ്ത് ആണല്ലോ മാഗ്നിറ്റ്യൂഡ്, പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ. ഈ പ്ലസ് ലെങ്ത് എപ്പോഴും ഈ മൈനസ് ലെങ്തിനേക്കാൾ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ക്ലിയർ?
ഈ രണ്ട് ഫീൽഡിലാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന പോയിന്റ് ഉണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? ഇത് കാണണമെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഇ ഈക്വൽ ടു നമുക്ക് ഇ എന്ന് വിളിക്കാം അല്ലേ? ഇ ഈക്വൽ ടു ഇത് കിട്ടും. ഇ ഈക്വൽ ടു ഇത് വരും ഈ പറഞ്ഞിരിക്കുന്ന ഇ പ്ലസിൻ്റെയും അതേപോലെ ഇ മൈനസിൻ്റെയും എന്തായിരിക്കും? ഇത് വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തം കാണിക്കാൻ വേണ്ടി ഏറോ മാർക്ക് വേണം. ശരിയാണല്ലോ? ക്ലിയർ? ഇനി എന്താ ഇ പ്ലസ് എന്ന് പറഞ്ഞാൽ? ഇ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അത് ഈ പ്ലസ് ക്യൂ എന്ന ചാർജ് പി എന്ന പോയിന്റിലാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. എന്താ ഇക്വേഷൻ പഠിച്ചത്? ഇറ്റ്സ് ഈക്വൽ ടു 1/4πε0 ആ ചാർജ് ക്യൂ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ആ സ്ക്വയറിനല്ലേ പഠിച്ചത്. ഇവിടെ എന്താ ഡിസ്റ്റൻസ് വരിക? ഈ പ്ലസ് ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം അല്ലേ? ആ ദൂരം നിങ്ങൾക്ക് തരുന്നത് എങ്ങനെയാണ്? ആ ദൂരം നിങ്ങൾ പി എന്ന പോയിന്റ്, നേരത്തെ പറഞ്ഞ പി എന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പി എന്ന പോയിന്റ് നിങ്ങൾ ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലെയാന്ന് വിചാരിച്ചു. ഇതാണ് അതിന്റെ സെന്റർ. ഓക്കെ, ഇപ്പം പി എന്ന പോയിന്റ് ഉള്ളത് ഡൈപോളിന്റെ സെന്ററിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലെയാണ്. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന പോയിന്റ് ക്യൂവിൽ നിന്നും എത്ര ദൂരം അകലെയായിരിക്കും? ക്യൂവിൽ എത്ര ദൂരം അകലെയായിരിക്കും ചോദിച്ചാലോ, ഇതാ ഇവിടുത്തെ വരെയാണ് നമ്മൾ 6 എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ദൂരത്തിലായിരിക്കും 6 മൈനസ് ഈ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എത്ര വരിക? ടോട്ടൽ ഡൈപോൾ ലെങ്ത് 2a എന്നല്ലേ എടുത്തത്? ഇത് മിഡ് പോയിന്റ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് ദൂരത്തിലായിരിക്കും അത് a ആയിരിക്കുമല്ലോ അല്ലേ? ഈ ദൂരം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അത് a ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ദൂരത്തിൽ വരിക ഇറ്റ്സ് ഈക്വൽ ടു r മൈനസ് a ആണ്. ഇത്രയല്ലേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മൾ ഈ പ്ലസ് വരിക? 1/4πε0 q ഡിവൈഡ് ബൈ എന്ത് വരും? r മൈനസ് a ഹോൾ സ്ക്വയർ വരും. ക്ലിയർ ആണല്ലോ? ഇത് ഞാൻ വെക്ടറായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ മുകളിൽ ഏറോ മാർക്ക് വേണം. ഏറോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മതി? ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന യൂണിറ്റ് വെക്ടർ പി ക്യാപ്പ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി ക്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് വേണമെങ്കിൽ പി ക്യാപ്പിന് കൂടെ ചേർക്കാം. വെക്ടറായിട്ട് കാണിക്കണമെങ്കിൽ അത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഓക്കെ, പി ക്യാപ്പ്. സോ പി ക്യാപ്പ് represents a unit vector acting along the direction of E plus. ഓക്കെ, ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഇ മൈനസ് വരുമോ? അതായത് ചാർജ് ആക്ടിങ് ഓൺ ദ നെഗറ്റീവ് the field due to the negative charge അല്ലേ? E minus is equal to ഇത് കിട്ടും equal to ഇത് കിട്ടുന്നത് 1/4πε0 q ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. q ഡിവൈഡ് ബൈ എത്ര ഡിസ്റ്റൻസ് വരെ വരുന്ന മൈനസ് ക്യൂ എന്ന് പിയിലേക്കുള്ള ദൂരം എത്ര കിട്ടും? 2a. നോക്കിയോ, ഇത് a ആണ്. ഇത് സെൻറ്റർ ആയതുകൊണ്ട് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം a ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവിടുന്ന് ഇവിടുത്തെ വരെ 6 വന്നു പ്ലസ് a വന്നു r പ്ലസ് a ഹോൾ സ്ക്വയർ. ശരിയാണല്ലോ? സോ r പ്ലസ് a ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡയറക്ഷൻ കാണിക്കാം. ഡയറക്ഷൻ കാണിക്കുമ്പോൾ എന്താ കിട്ടും? ഇവിടെ ഡയറക്ഷൻ കാണിക്കുമ്പോൾ ഈ മനസ്സിൽ എടുത്തത്. ഓക്കെ, ഇത് ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഇ പ്ലസിന്റെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് പി ക്യാപ്പിന് കൊടുക്കാം. ഓക്കെ, ആ മൈനസ് സൈന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പുറത്തേക്ക് ഇടാം അല്ലേ? അപ്പോൾ മൈനസ് സൈൻ എന്ത് കിട്ടും? ഈക്വൽ ടു മൈനസ് ഇങ്ങനെ കിട്ടും. ശരിയാണല്ലോ? അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ക്യൂവിന് പകരം മൈനസ് ക്യൂ എന്ന് കൊടുക്കണ്ടേ? അതിൻ്റെ ആവശ്യമില്ല. കാരണം മൈനസ് ക്യൂ ആയതുകൊണ്ടാണ് നമുക്ക് ഡയറക്ഷൻ ഓപ്പോസിറ്റ് വന്നത് അല്ലേ? അപ്പം ആ ഓപ്പോസിറ്റ് കാണിക്കാൻ വേണ്ടി അവിടെ നമ്മൾ മൈനസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ക്യൂവിന് വീണ്ടും മൈനസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇപ്പോൾ കിട്ടിയ രണ്ട് സാധനങ്ങളും ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇ ഈക്വൽ ടു ഇവിടെ മാറ്റി എഴുതുവാണ്. ഇ ഈക്വൽ ടു കിട്ടി. ഈ പ്ലസിൻ്റെ പകരം ഫസ്റ്റ് ടേം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 1/4πε0 രണ്ട് കോമൺ ആയിട്ടുണ്ട്, ക്യൂവും കോമൺ ആയിട്ടുണ്ട് അല്ലേ? അതൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ക്യൂ 1/4πε0 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 ഡിവൈഡ് ബൈ
ആർ മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ എന്ത് വന്നു 1 ഡിവൈഡ് ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് വന്നു. യൂണിറ്റ് വെക്ടർ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി പി ക്യാപ് കൂടെ കൊടുത്തു. ശരി, അപ്പം ഞാനത് ഒന്നുകൂടെ മാറ്റി എഴുതിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. ഇതാ നമ്മൾ കിട്ടിയ ഇക്വേഷൻ. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇ ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി അല്ലേ. അത് ഇ പ്ലസിൻ്റെയും ഇ മൈനസിൻ്റെയും സമ്മാണ്, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വലത് ഭാഗത്ത് പി ക്യാപ്പ് യൂണിറ്റ് വെക്ടർ വന്നുകൊണ്ട് തന്നെ ഈ ഇ എന്ന് പറയുന്ന സാധനം വെക്ടർ ആയിരിക്കും. ഓക്കെ, അതേപോലെ ഈ പ്ലസ് ഇതൊക്കെ വെക്ടേഴ്സ് ആണേ, അത് ഡാർക്ക് ലെറ്റേഴ്സ് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം അറിയാമല്ലോ. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം ഇങ്ങോട്ടേക്ക് വന്നു, ഇത് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർ പ്ലസ് ഐ ഹോൾ സ്ക്വയർ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, മൈനസ് ആർ മൈനസ് ഐ ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ടേംസ് ഒക്കെ ക്യാൻസൽ ആയി പോകും. ലാസ്റ്റ് വരുന്ന ടേം 4ar ടേം മാത്രമേ മുകളിലുണ്ടാവും. താഴത്തെ ടേം നോക്കിക്കോളെ, ഇത് താഴത്തെ ടേം നമുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, ആർ പ്ലസ് ഐ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് എ ഹോൾ സ്ക്വയർ. അത് ഇങ്ങനെ മാറ്റി എഴുതാലോ, സീക്വൽ ഇങ്ങനെ കിട്ടുമല്ലോ. ഇത് വേണമെങ്കിൽ എനിക്ക് ആർ പ്ലസ് എ ഇൻറ്റു ആർ മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ശരിയല്ലേ? ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ വെച്ച് പുറത്തേക്ക് ഇട്ടാൽ മതിയല്ലോ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിൻ്റെ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ സീക്വൽ എന്ത് കിട്ടി? ആർ സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അറിയാലോ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എന്ത് കിട്ടും? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ഈ സ്ക്വയർ ഇവിടെയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ മാറ്റി എഴുതിയിട്ടുള്ളത് അതല്ലേ. ഈ സാധനമാണ് ഇവിടെ വരുന്നത്. ശരിയാണല്ലോ. ഈ ടേമിലേക്ക് മാറി. ക്ലിയർ? ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോളെ. ഇനി ചെയ്യാൻ പോകുന്നത് ഓക്കെ, ഇങ്ങനെ കിട്ടിയതിനെ ഇതല്ലേ നമുക്കിപ്പം കിട്ടിയ ഇക്വേഷൻ. E is equal to 1/4πε0 q into 4ar divided by r square minus a square whole square എന്ന് കിട്ടും. അത് ഞാൻ ഒന്നുകൂടെ മാറ്റിയിട്ട് ഇങ്ങനെ എഴുതുവാണ്. ദാറ്റ് മീൻസ് E is equal to എനിക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ്സ് ഈക്വൽ ടു 1/4πε0 പിന്നെ മുകളിൽ ആരുണ്ട്? Q ഉണ്ട്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് 4ar ആണ്. 4ar വേണം എനിക്ക് ഇങ്ങനെ എഴുതാറുണ്ട്. ഇറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 2ar എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ? പിന്നെ ഡിവൈഡ് ബൈ താഴെ വരുന്നത് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. പിന്നെ ഒരു യൂണിറ്റ് വെക്ടർ പി ക്യാപ്പ് ഇവിടെ വരും. ആ യൂണിറ്റ് വെക്ടർ അറിയാലോ, യൂണിറ്റ് വെക്ടർ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ പ്ലസിൻ്റെ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടൻ്റ് ഉണ്ടാവും അല്ലേ. എന്ന് പറഞ്ഞാൽ അത് മൈനസ് ക്യൂ നിന്ന് പ്ലസ് ക്യൂയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനാണ്. അതുകൊണ്ടാണ് പി ക്യാപ്പ് നിടുന്നത്. ക്ലിയർ? ഇത് എനിക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാൻ പറ്റും. ഇറ്റ്സ് ഈക്വൽ ടു 1/4πε0. നോക്കിക്കോളേ, ഞാൻ ഈ ടേമിന് നമ്മൾ ഈ ക്യൂ ഇൻറ്റു 2a ടേം ഉണ്ടല്ലോ, ഞാൻ ഒരുമിച്ചെടുക്കുകയാണ്. എന്ത് കിട്ടുന്നറിയോ? ഇറ്റ്സ് ഈക്വൽ ടു 1/4πε0 q ഇൻറ്റു 2a. അങ്ങനെ മുകളിൽ ആരൊക്കെ ബാക്കിയുണ്ടാവും? ഒരു 2 ബാക്കിയുണ്ട്, 6 ബാക്കിയുണ്ട്, പി ക്യാപ്പ് ബാക്കിയുണ്ട്. താഴെ എന്ത് കിട്ടി? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ്സ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം 1/4πε0. എന്താ q ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. q ഇൻറ്റു 2a ഈസ് ഈക്വൽ ടു ഡൈപോൾ മൊമെൻ്റ് ആയ പി ആണ് അല്ലേ. സോ q ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം? പി എന്ന് എഴുതാം. സോ പി പിന്നെന്താണുള്ള ബാക്കി? 2 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ പി ക്യാപ്പ് ഉണ്ട്. ക്ലിയർ? ഡിവൈഡ് ബൈ എന്ത് വന്നു? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വന്നു. ശരി, ഇനി ഒരു കാര്യം കൂടി. നമ്മൾ ഡൈപോളിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഡൈപോളിൻ്റെ കേസിൽ ഈ ആറിൻ്റെ വാല്യൂ, അതായത് നമ്മുടെ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ വാല്യൂ, അത് എപ്പോഴും എല്ലിൻ്റെ വാല്യൂക്കാട്ടും വളരെ കൂടുതലായിരിക്കും. കാരണം ഡൈപോളിൽ നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞത്
സിസ്റ്റം ഓഫ് ടു ചാർജസ് സെപ്പറേറ്റഡ് ബൈ വെരി സ്മോൾ ഡിസ്റ്റൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി വളരെ ചെറുതായിരിക്കും ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ള സാധനം എൻ്റെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് ഈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ളത് നമുക്ക് എനെ നെഗ്ലക്റ്റ് ചെയ്യാം. എനെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം എന്തായിട്ട് മാറി പോയി. അപ്പോൾ നമുക്ക് ആര് മാത്രമേ ബാക്കിയുള്ളൂ? അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ. ഇറ്റ്സ് ഈക്വൽ ടു എന്താ കിട്ടുക? ഇറ്റ്സ് ഈക്വൽ ടു ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വരിക ഇറ്റ്സ് ഈക്വൽ ടു ആർ റേസ് ടു 4 ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആർ റേസ് ടു 4 എഴുതാം. ക്ലിയർ ആണല്ലോ? ഈ ആറും ഈ ആർ റേസ് ടു 4 ഇതും ക്യാൻസൽ ബാക്കി എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? 3 മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായിട്ട് മാറി? ഇ ഈസ് ഈക്വൽ ടു 1/4πε0 പിന്നെ മുകളിൽ 2 ഉണ്ട് പിന്നെ പി ഉണ്ട് ഡിവൈഡ് ബൈ താഴെ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? ആർ ക്യൂബ് മാത്രമേ ബാക്കിയുള്ളൂ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഈ ക്യാപ്. ഇതാണ് ഒരു ഡൈപോളിൻ്റെ ആക്സിൽ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? ഇത് അപ്രോക്സിമേഷൻ ആണ്. ഇവിടെ നമ്മളെടുത്ത അപ്രോക്സിമേഷൻ ഇതാണ്. കമ്പയർഡ് വിത്ത് ദ ഡൈപോൾ ലെങ്ത് the value of r is very much greater. So r square minus a square is approximately equal to r square എന്നാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് ഡൈപോളിൻ്റെ കേസ്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കണം. പി ക്യാപ്പ് എടുക്കാൻ കാരണം റിസൾട്ടൻ്റ് ഫീൽഡ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസൾട്ടൻ്റ് ഫീൽഡ് പോകുന്നത് റിസൾട്ടൻ്റ് ഫീൽഡ് വരുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇതിൽ റിസൾട്ടൻ്റ് ഫീൽഡ് പറഞ്ഞത് ഈ ഡയറക്ഷനിലാണ്. ഇ പ്ലസ് ഇത് ഇ മൈനസ് ആണ്. ഇ പ്ലസിൻ്റെ വാല്യൂ എപ്പോഴും ഇ മൈനസിനെക്കാട്ടും കൂടുതലായിരിക്കും. അപ്പോൾ റിസൾട്ടൻ്റ് ഫീൽഡ് ആരുടെ ഡയറക്ഷൻ ആയിരിക്കും? ഇ പ്ലസിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂന്ന് പ്ലസ് ക്യൂയിലേക്കുള്ള ഡയറക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനാണ്. അതുകൊണ്ട് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മളുടെ ഡൈപോൾ മൊമെൻറ്റ് സിമ്പിളായ പി ക്യാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇത് പലപ്പോഴും എക്സാമിന് ചോദിച്ചതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.